നമസ്കാരം. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായിട്ട് പീഡിപ്പിച്ചുവെന്ന പരാതികളിൽ പരാതിക്കാരിയുടെ വിവാഹ നില കൂടി പരിഗണിച്ച് സുപ്രീം കോടതി പുറപ്പെടുവിച്ച പുതിയ നിരീക്ഷണം ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. വിവാഹിതയായ ഒരു സ്ത്രീക്ക് നൽകുന്ന വിവാഹ വാഗ്ദാനം ലംഘിക്കപ്പെടുന്നത് IPC സെക്ഷൻ 375 പ്രകാരമുള്ള ബലാത്സംഗമായിട്ട് കണക്കാക്കാൻ കഴിയില്ലെന്ന് ജസ്റ്റിസ് BV നാഗരത്ന, ജസ്റ്റിസ് ഉജ്വൽ ഭുയാൻ എന്നിവരടങ്ങിയ ബെഞ്ച് നിരീക്ഷിച്ചു. നിലവിൽ മറ്റൊരു വിവാഹ ബന്ധത്തിൽ തുടരുന്ന ഒരാൾക്ക് മറ്റൊരാൾ നൽകുന്ന വിവാഹ വാഗ്ദാനം വിശ്വസിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിയമപരമായിട്ട് സാധിക്കില്ല എന്നതാണ് കോടതിയുടെ പ്രധാന വാദം. ഇത് കേവലം ഒരു ക്രിമിനൽ കേസിലെ വിധി എന്നതിലുപരിയായി ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധങ്ങളും യഥാർത്ഥ ലൈംഗിക അതിക്രമങ്ങളും തമ്മിലുള്ള വേർതിരിവ് വ്യക്തമാക്കുന്ന കൃത്യമായ ഒരു നിയമരേഖയായി മാറുകയാണ്. ഛത്തീസ്ഗഡ് സ്വദേശിയായ ഒരു അഭിഭാഷകനെതിരെയുള്ള ക്രിമിനൽ നടപടികൾ റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതി ഈ നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചത്. 33 വയസ്സുള്ള വിവാഹമോചന ഹർജി കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു യുവതിയാണ് പരാതിക്കാരി. 2022 മുതൽ താനുമായി ശാരീരിക ബന്ധത്തിലായിരുന്ന അഭിഭാഷകൻ വിവാഹബന്ധം നൽകി വഞ്ചിച്ചുവെന്നും ഗർഭചിത്രത്തിന് നിർബന്ധിച്ചുവെന്നുമായിരുന്നു അവരുടെ ആരോപണം. എന്നാൽ ഇരുവരും തമ്മിലുള്ള ബന്ധം തുടങ്ങിയ കാലം മുതൽക്കേ പരാതിക്കാരി നിയമപരമായിട്ട് വിവാഹിതയായിരുന്നുവെന്ന വസ്തുത കോടതി ഗൗരവമായി എടുത്തു. വിവാഹമോചനം പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ മറ്റൊരു വിവാഹം നിയമപരമായിട്ട് അസാധ്യമാണെന്നിരിക്കെ അത്തരമൊരു വാഗ്ദാനത്തിൻ്റെ പേരിൽ വഞ്ചിക്കപ്പെട്ടുവെന്ന വാദം യുക്തിരഹിതമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. 1955 ഹിന്ദു വിവാഹ നിയമത്തിലെ സെക്ഷൻ 5(1) പ്രകാരം പങ്കാളി ജീവിച്ചിരിക്കെ മറ്റൊരു വിവാഹം കഴിക്കുന്നത് നിയമവിരുദ്ധമാണ്. ഈ നിയമപരമായിട്ടുള്ള തടസ്സത്തെക്കുറിച്ച് പരാതിക്കാരിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നുവെന്നും അതിനാൽ തന്നെ പ്രതി നൽകിയ വാഗ്ദാനം നിറവേറ്റാൻ കഴിയില്ലെന്ന് ഇരു കക്ഷികൾക്കും അറിയാമായിരുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. ലൈംഗിക ബന്ധത്തിന് സമ്മതം തേടുക എന്ന ഗൂഢലക്ഷ്യത്തോടെ തുടക്കം മുതൽക്കേ നടപ്പിലാക്കാൻ ഉദ്ദേശമില്ലാത്ത വ്യാജ വാഗ്ദാനങ്ങൾ നൽകിയാൽ മാത്രമേ അത് കുറ്റകൃത്യമായിട്ട് കാണാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഇവിടെ ഇരു കക്ഷികളും തങ്ങളുടെ സാമൂഹികവും നിയമപരവുമായിട്ടുള്ള അവസ്ഥകൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഏർപ്പെട്ട ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണിതെന്നുമാണ് കോടതി കണ്ടെത്തിയത്. ഈ സുപ്രീം കോടതി വിധി കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ള ഈ കേസുകളിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് കരുതപ്പെടുന്നുണ്ട്. രാഹുലിനെതിരെ ഉയർന്നു വന്ന ഒന്നാമത്തെയും മൂന്നാമത്തെയും കേസുകളിലെ പരാതിക്കാർ വിവാഹിതരായ സ്ത്രീകളാണെന്ന വസ്തുത പുറത്തു വന്നതോടെ രാഷ്ട്രീയ എതിരാളികൾ കെട്ടിച്ചമച്ച ഗൂഢാലോചനയാണ് ഈ കേസുകളെന്ന വാദത്തിന് നിയമപരമായിട്ടുള്ള പിൻബലം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ ഈ പുതിയ നിരീക്ഷണം അനുസരിച്ച് വിവാഹിതരായ പരാതിക്കാർക്ക് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന ആരോപണം കോടതിയിൽ അത് നിലനിർത്താനായിട്ട് പ്രയാസകരമായിരിക്കും. ഇത് രാഹുലിനെതിരെയുള്ള കേസുകൾ സ്വാഭാവികമായിട്ടും അസാധുവാക്കപ്പെടാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സമൂഹത്തിൽ സ്ത്രീയും പുരുഷനും തുല്യനീതി അർഹിക്കുന്നുണ്ടെന്നും തെറ്റായ രീതിയിൽ പുരുഷനെ മാത്രം വേട്ടയാടുന്ന പ്രവണത മാറണമെന്നും ഈ ഒരു വിധിയിലൂടെ കോടതി പരോക്ഷമായി തന്നെ വ്യക്തമാക്കുകയാണ്. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധങ്ങൾ പരാജയപ്പെടുമ്പോൾ അതിനെ ക്രിമിനൽ കുറ്റമാക്കി മാറ്റി വ്യക്തിഗത നടത്തുന്നത് നീതിയല്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലും സംഭവിച്ചത് സമാനമായ ഒരു സെലക്റ്റീവ് വേട്ടയാടൽ ആണെന്നാണ് അനുയായികൾ വാദിക്കുന്നത്. ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധങ്ങളിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിയമത്തെ ഒരു ആയുധമാക്കി ഉപയോഗിക്കുന്നത് യഥാർത്ഥ പീഡനത്തിനിരയാകുന്നവർക്ക് ലഭിക്കേണ്ട നീതിയെ കൂടി തടസ്സപ്പെടുത്തുന്നതാണ്. ചുരുക്കത്തിൽ നിയമം ദുരുപയോഗം ചെയ്ത് രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കാൻ ശ്രമിക്കുന്നവർക്ക് സുപ്രീം കോടതിയുടെ ഈ ഒരു വിധി വലിയൊരു തിരിച്ചടിയാണ്. ലൈംഗിക സംതൃപ്തിക്കായിട്ട് ഒരാൾ ബോധപൂർവ്വം നൽകുന്ന വ്യാജ വാഗ്ദാനവും സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന പ്രണയ തകർച്ചയും തമ്മിലുള്ള അതിർവരമ്പ് കോടതി കൃത്യമായി വരച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസുകൾ റദ്ദാക്കപ്പെടുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരെല്ലാം തന്നെ. നിയമം വസ്തുതകളെ അടിസ്ഥാനമാക്കി നീങ്ങുമ്പോൾ വൈകാരികമായ ആരോപണങ്ങൾക്കും രാഷ്ട്രീയ വേട്ടയാടലുകൾക്കും ഇനി അധികകാലം ആയുസ്സുണ്ടാകില്ല എന്നത് ഈ വിധി ഇപ്പോൾ അടിവരയിടുകയാണ്.